സന്നിധാനത്ത് ഇന്നും നിയന്ത്രണങ്ങൾ തുടരും. ഈ തീർത്ഥാടന കാലത്ത് ഇതുവരെ മല ചവിട്ടിയ ഭക്തരുടെ എണ്ണം 8 ലക്ഷം കഴിഞ്ഞു. വെർച്വൽ ക്യൂ ബുക്കിംഗ് 70,000 തന്നെ തുടരും. സ്പോട്ട് ബുക്കിംഗ് തിരക്കിനനുസരിച്ച് വർദ്ധിപ്പിക്കുമെന്ന് പ്രത്യേക സമിതി അറിയിച്ചു. സന്നിധാനത്തെ വിശേഷങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നു നമുക്കൊപ്പം. സോണൽ, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും മറ്റൊന്ന്, ഈ സ്പോട്ട് ബുക്കിങ്ങിനുള്ളവർ വളരെ കൃത്യസമയത്ത് തന്നെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, അധിക സുരക്ഷയ്ക്കായി വീണ്ടും പോലീസുകാരെ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരുമായി രാവിലെ പങ്കുവയ്ക്കാം. സോണൽ, സമാനമായ രീതിയിൽ ഇന്നും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 18-ാം പടിക്ക് താഴെ ഭക്തജനങ്ങൾ ഇങ്ങനെ ഓരോ ബാച്ചായിക്കൊണ്ടാണ് എത്തുന്നത്. അതായത് പമ്പയിൽ നിന്ന് തന്നെ ഓരോ ബാച്ചായി തിരിച്ചാണ് സന്നിധാനത്തേക്ക് ഭക്തരെ അയക്കുന്നത്. അത് നിയന്ത്രണങ്ങൾ പ്രധാനമായി തുടരുന്നത് മരക്കൂട്ടം മുതലാണ്. മരക്കൂട്ടം മുതൽ ഇങ്ങോട്ടേക്ക് വലിയ ക്യൂ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഓരോ ബാച്ചായി തിരിച്ചാണ് ഭക്തരെ സന്നിധാനത്തേക്ക് അയക്കുന്നത്. വലിയ നടപ്പന്തലിൽ അല്പനേരം കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളത് ഭക്തരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിലവിൽ പമ്പയിലെയും സന്നിധാനത്തെയും തിരക്ക് മാനിച്ചുകൊണ്ടായിരിക്കും സ്പോട്ട് ബുക്കിങ്ങിലെ വർധനവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടുത്തെ തിരക്കനുസരിച്ച് അത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്നുള്ളത് ഇന്നലെ തന്നെ പ്രത്യേക സമിതി പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ ഏകദേശം 95,000-ഓളം ഭക്തരാണ് ഇന്നലെ സന്നിധാനത്തെത്തി തൊഴുത് ദർശനം പൂർത്തിയാക്കി മടങ്ങിയിട്ടുള്ളത്. ഇന്ന് രാവിലെയും സമാന രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഏറ്റവും കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തിയത്. 1,17,000-ഓളം ഭക്തരാണെന്ന് ദർശനം നടത്തി മടങ്ങിയത്. ഇന്ന് സമാന രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും തിരക്കെല്ലാം തന്നെ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഭക്തർക്ക് സുഗമമായ ദർശനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായി പറഞ്ഞു വെക്കേണ്ടത്. ശരി, സോണൽ കൃഷ്ണയാണ് സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.